ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ വചന സന്ദേശത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യ സൃഷ്ടിയുടെ വിവരണത്തെ ദൈവം എഴുതുമ്പോൾ ദൈവം പറയുന്നത്, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ പലവിധമായ സൃഷ്ടികൾ കാണാറുണ്ട്. എത്രയോ മനോഹരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ട്. ഇതിൻ്റെ എൻജിനീയർ വളരെ വിദഗ്ധനാണ് എന്ന് നാം പറയാറുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നാം നമ്മെ നോക്കി എന്നാണ് ദൈവത്തിന് നന്ദി പറഞ്ഞ ലാസ്റ്റ് ദിവസം. ദൈവത്തെക്കുറിച്ച് അറിവ് വന്നിട്ട്, ദൈവമാണ് എൻ്റെ സൃഷ്ടിതാവെന്നറിഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയാത്ത എത്രയോ ജീവിതങ്ങളുള്ളപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഐ ആം ദ ക്രിയേഷൻ ഓഫ് ദ ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ്. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിനകത്ത് പലരെയും കുറ്റം പറയാറുണ്ട്. നിങ്ങളാണ് കാരണം, നിങ്ങളാണിതിനെല്ലാം കാരണം എന്നൊക്കെ. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ബോധ്യമാകുമ്പോൾ നാം ഒരിക്കലും മറ്റൊരാളെയല്ല കുറ്റം പറയുന്നത്. സാക്ഷാൽ എൻ്റെ ദൈവം എനിക്ക് നന്മയെ ചെയ്യുകയുള്ളൂ എന്നൊരു അനുഗ്രഹം, എന്നൊരു അനുഭവം, എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരികയാണ്. ദൈവം നല്ലവനാണ്. ആ നല്ലവനായ ദൈവം നല്ലത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. പ്രിയരെ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ഊതിയ ശ്വാസം അന്തരീക്ഷത്തിലെ ശ്വാസമല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദ റൂഹ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നിരിക്കുന്നത്. നാം എത്ര വിശേഷതയേറിയവരാണ് പ്രിയരെ. നാം ജനിച്ച വീടിനെ, നമ്മെ ജനിപ്പിച്ച മാതാപിതാക്കളെ, നമ്മുടെ പങ്കാളികളെ എല്ലാം കുറ്റം പറഞ്ഞ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നു, സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. നമ്മുടെ മണ്ടത്തരങ്ങൾ നമുക്ക് നിർത്താം. തിങ്ക് അബൌട്ട് ദ ഗാഡ്സ് ക്രിയേഷൻ ഓഫ് മീ. എന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയായി ദൈവം നിർമ്മിച്ചതിനെക്കുറിച്ചൊന്ന് ഓർക്കാം. നമ്മെ നിർമ്മിച്ച ദൈവത്തൊന്ന് ഓർക്കാം. ആ ദൈവത്തിൻ്റെ കരവിരുതത്ര വലുതാണ്. എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് സാധാരണ ഒരു ശ്വാസമല്ല, അന്തരീക്ഷത്തിലെ വായുവല്ല, തിരിച്ച് ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയ ആ മഹാദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു എന്നൊരു തിരിച്ചറിവുണ്ടാകട്ടെ. ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നമുക്ക് രൂപഭംഗിയില്ല എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമ്പോൾ, നമുക്ക് ബുദ്ധി കുറവാണ് എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമ്പോൾ, ഇന്നൊരു കൺഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. ഐ ആം ദ ക്രിയേഷൻ ഓഫ് നോട്ട് മൈ പാരൻസ് ബട്ട് മൈ ഓൾമൈറ്റി ഗാഡ്. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സൃഷ്ടിയല്ല, അതിനേക്കാളുപരിയായി ഈ
ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഒരു മഹാദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ്. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ജ്ഞാനം ചോദിച്ചപ്പോൾ ദൈവം ശലോമോന് ജ്ഞാനം കൊടുത്തു. ആ ജ്ഞാനം പോലെ മറ്റൊരു മനുഷ്യനും ജ്ഞാനം പിന്നെ ലഭിച്ചിട്ടില്ല. ശലോമോനെ പോലെ ഒരാൾ ശലോമോന് മുൻപോ ശലോമോന് ശേഷമോ ഉണ്ടായിട്ടില്ല. ദൈവം എത്ര വലിയവനാണ്! നമ്മൾക്ക് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ആ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ജ്ഞാനം ചോദിച്ചാൽ ജ്ഞാനത്തെ നൽകുവാൻ എത്ര നല്ലവനായ ദൈവം, മതിയായ ദൈവം. ഇന്ന് എല്ലാവരുടെയും മുൻപിൽ ഞാനൊരു പരിഹാസപാത്രം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവം ഒരു കുശവനായി മണ്ണ് ദൈവം കയ്യിലെടുത്ത് അത് കുഴച്ച് അത് രൂപമാക്കി മാറ്റുമ്പോൾ ദൈവം ഇവിടെ ഒരു കുശവനായി മാറുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ദൈവം അത് തിരുത്തുകയാണ്. അല്ല, ദൈവത്തിന് കുറവ് വരത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്കെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയുണ്ടാകണം. നമ്മുടെ നിരാശകൾ മാറണം. എല്ലാവരും എന്നെ കളിയാക്കുന്നു, എനിക്കൊന്നും അറിയില്ല, എൻ്റെ കരങ്ങളിലൊന്നുമില്ല, ഞാൻ ശൂന്യതയുള്ളവളാണ്. ഇന്ന് പകൽക്കാലം നമ്മെ നിറയ്ക്കാൻ കഴിയുന്നൊരു ദൈവമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ്. The Spirit of the God is living within us, is dwelling within us. നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം 139 സങ്കീർത്തനങ്ങൾ 139 14 വാക്യം ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഭയങ്കരവും അതിശയകരവുമായി. അതേ പ്രിയരെ, ഒരു ഡോക്ടറിനോട് ചോദിക്കൂ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ തലച്ചോറിൻ്റെ ഞരമ്പുകൾ എല്ലാം വളരെ അഗാധമായ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എത്രയോ വർഷങ്ങൾ പണിപ്പുരയിലിരുന്ന് പണിയുന്നത് പോലെ പണിഞ്ഞ ശേഷം അവൻ പിന്നെയും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയേക്കാം. പക്ഷേ എന്നാൽ ഈ ദൈവത്തിൻ്റെ കരം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദാവീദ് പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ നമ്മെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ യൗവനക്കാരികളായി പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സകലവിധമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. ആകയാൽ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിരാശകൾ മാറി ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. The God is a potter. God can change everything. ദൈവം ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. God bless you.